കൊച്ചി ആശുപത്രിയിൽ നിന്നിപ്പോൾ മുജ്തബയുണ്ട്. മുജ്തബ, എയർ ആംബുലൻസ് ഇവിടെ സജ്ജമാണ്. അവിടേക്ക് ഹൃദയം എത്തിക്കഴിഞ്ഞാൽ ഉടൻ ഹൃദയവുമായി ഈ എയർ ആംബുലൻസ് അങ്ങോട്ടേക്ക് പറക്കും. എത്ര സമയം വേണ്ടി വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത്? കൊച്ചിയിലെ തയ്യാറെടുപ്പുകൾ എങ്ങനെ? സൈഫുദ്ദീൻ 12:30 മണിയോടുകൂടി എറണാകുളത്ത് എത്തുമെന്നായിരുന്നു നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. അങ്ങനെ 12:30-ക്ക് ഈ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയാൽ 5 മുതൽ 7 മിനിറ്റ് വരെ പരമാവധി ഒരു 3 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് നേരെ മറ്റു നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട 2-3 വസ്തുതകൾ ഇതിനോടൊപ്പം ഇത് ചരിത്രമാകുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യം അർഹിക്കുന്നത് എങ്ങനെയാണ് എന്നുകൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ ഒരു ജനറൽ ആശുപത്രിയിൽ ഒരു ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത് ആദ്യമായാണ് എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. അതിന് 2024 തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ സജ്ജീകരണങ്ങൾ പൂർത്തിയായതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട മറ്റ് സാങ്കേതിക തടസ്സങ്ങൾ, ഒരു വർഷത്തോളമായി ഇപ്പോൾ ഈ നേപ്പാൾ സ്വദേശി ഈ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അവരുടെ മാതാവും അതോടൊപ്പം തന്നെ സഹോദരനും ഇതേ അസുഖം വന്നുകൊണ്ടാണ്, അപൂർവമായി ഉണ്ടാകുന്ന ഒരു ജനിതക പ്രശ്നം കൊണ്ട്, തകരാറ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു അസുഖം എന്നുള്ള നിലയ്ക്ക് നേരത്തെ ചികിത്സ തേടിയിരുന്നു. പക്ഷേ നേപ്പാളിലെ ആരോഗ്യാവസ്ഥ നമുക്കറിയാം, കാര്യമായ പുരോഗതി ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അനാഥ മന്ദിരത്തിലെ മലയാളിയായ ഒരാളാണ് ഇവരെ എറണാകുളത്തേക്ക് കൊണ്ടുവരുന്നതും ഇവിടെ ചികിത്സകൾ ആരംഭിക്കുന്നു. പക്ഷേ വലിയ തുക ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ഉണ്ടാകുമെന്ന് അങ്ങനെയാണ് ജനറൽ ആശുപത്രിയിൽ എത്തുന്നത്. പക്ഷെ അപ്പോഴും നേപ്പാൾ സ്വദേശി ആയതുകൊണ്ട് ഈ കേസോട്ടോയിലെ നിയമപ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് അവയവമാറ്റ ശസ്ത്രക്രിയയിലെ കേന്ദ്ര നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാനത്തിന് പുറത്തുള്ള, രാജ്യത്തിന് പുറത്തുള്ള ഒരാൾ അതിന്റെ ഒരു പ്രിഫറൻസ് അങ്ങനെയാണ്. ആദ്യം ജില്ലാ തലത്തിലും പിന്നീട് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അത്തരത്തിലുള്ള ഒരു പ്രാധാന്യം ഉണ്ടാവുക. 19 വയസ്സിൽ രോഗം നിർണയിക്കപ്പെടുകയും ഇപ്പോൾ 21 വയസ്സുണ്ട് ഈ പെൺകുട്ടിക്ക്. അത് വളരെ പെട്ടെന്ന് തന്നെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഹൃദയം മാറ്റിവെച്ചില്ലെങ്കിൽ ജീവൻ തന്നെ അപകടാവസ്ഥയിലാകും എന്നുൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി അത് പരിഗണിക്കണമെന്ന് ഒരു ഉത്തരവിറക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ശസ്ത്രക്രിയക്ക് വഴിയൊരുങ്ങുന്നത്. എന്തായാലും 4 മണിക്കൂറാണ് പരമാവധി ഹൃദയം ഒരു ശരീരത്തിൽ നിന്ന് പുറത്തെടുത്താൽ പിന്നീട് അത് മറ്റൊരു ശരീരത്തിൽ തുന്നിച്ചേർത്ത് മിടിച്ചു തുടങ്ങാനുള്ള പരമാവധി സമയം. 4 മണിക്കൂറിനകത്ത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. ജില്ലാ ആശുപത്രിയെ സംബന്ധിച്ച് 2021 മുതൽ തൊറാസിക് സർജറികൾ, ഹൃദയം തുറന്നുകൊണ്ടുള്ള സർജറികൾ നടക്കുന്നുണ്ട്. പ്രതിമാസം 20ഓളം ശസ്ത്രക്രിയകൾ വളരെ വിജയകരമായി ഇവിടെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സാധാരണക്കാർ ഒരുപാട് അധികം ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി കൂടിയാണ്. മാത്രമല്ല മറ്റു അത്യാധുനിക സൗകര്യങ്ങൾ കൂടിയുണ്ട്. കോട്ടയത്തെ മെഡിക്കൽ കോളേജാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയകൾക്കുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ നേരത്തെ തന്നെ അത്യാധുനിക രീതിയിൽ അതിന്റെ അവയവമാറ്റത്തിനുള്ള ലൈസൻസ് ഉൾപ്പെടെ നേടിയതാണ്. മാത്രമല്ല അമൃത ആശുപത്രിയുടെ ഒരു പിന്തുണ കൂടി, അവിടുത്തെ ഒരു വിദഗ്ധരുടെ പിന്തുണ കൂടി ഇതിനുണ്ട്. ഇവിടുത്തെ മറ്റു സ്റ്റാഫ്, ആശുപത്രിയിലെ ഡോക്ടർമാരല്ലാത്ത മറ്റു സ്റ്റാഫുകൾക്ക് ഇതിനു വേണ്ട പൂർണ്ണമായ പിന്തുണ അമൃത ആശുപത്രി പരിശീലനം ഉൾപ്പെടെ നടത്തിക്കഴിഞ്ഞു. ആ രൂപത്തിൽ പൂർണ്ണ സജ്ജമാണ് എറണാകുളം ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രി. ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഏറ്റവും അപൂർവങ്ങളിൽ അപൂർവമായ ആദ്യമായി ഒരു ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. അതിന്റെ എല്ലാ സങ്കീർണതകളും അഴിച്ചുവെച്ച് ഇനി മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോൾ ഒരു ചരിത്രം കൂടി എറണാകുളം ജനറൽ ആശുപത്രിയിൽ പിറക്കുകയാണ്. സൈഫുദ്ദീൻ, ആ നിലയ്ക്ക് ഒരു ചരിത്ര നിമിഷം കൂടിയാണ്. രാജ്യത്ത് തന്നെ ഇതാദ്യമായാണ് ഒരു സർക്കാർ ആശുപത്രിയിൽ, ഒരു ജനറൽ ആശുപത്രിയിൽ ഈ രീതിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത്. നിലവിൽ ഷിബുവിന്റെ മൃതദേഹമുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. അവിടെ ഷിബുവിന്റെ ദേഹത്തിൽ നിന്ന് ഈ ഹൃദയമടക്കമുള്ള അവയവങ്ങൾ മാറ്റിയതിനു ശേഷം അത് എറണാകുളത്തേക്ക് എയർ ആംബുലൻസ് വഴി എത്തിക്കുകയാണ് ചെയ്യുന്നത്.